വായിക്കുന്നത് അനുജി. ഓണക്കാലത്തോടനുബന്ധിച്ച് പട്ടണത്തിൽ രൂപപ്പെടുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാര മാർഗങ്ങൾ ചർച്ച ചെയ്യുവാൻ ചേർന്ന നഗരസഭ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനപ്രതിനിധികൾ, വിവിധങ്ങളായ സാമൂഹ്യ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ, ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ, കച്ചവട സ്ഥാപനങ്ങളുടെയും വിവിധ തൊഴിലാളി യൂണിയനുകളുടെയും പ്രതിനിധികൾ എന്നിവർ നിർദ്ദേശിച്ച അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് അടിയന്തരമായി ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകി ഉടൻ നടപ്പിലാക്കുവാൻ യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് താഴെ പറയും വിധം ചെയർമാൻ വിശദീകരിച്ചു. പട്ടണത്തിൽ 3 സൗജന്യ പാർക്കിംഗ് കേന്ദ്രങ്ങൾ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സജ്ജമാക്കുമെന്ന് പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് അറിയിച്ചു. ഗതാഗത നിയന്ത്രണത്തിനായി കൂടുതൽ ട്രാഫിക് വാർഡന്മാരെ നിയമിക്കും. ക്യാമ്പ് ഷെഡ് റോഡിൽ ഒരു വശത്ത് പാർക്കിംഗ് അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കും. പ്രൈവറ്റ് ബസ്സുകൾ പട്ടണത്തിൽ അനുവദനീയമായ സ്റ്റോപ്പുകളിൽ മാത്രം നിർത്തുകയും അധിക സമയം തങ്ങാതെ വിട്ടുപോകുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ വണ്ടികൾ കിടക്കുവാൻ അനുവദിക്കില്ല. ടൗണിൽ സ്ഥാപിച്ചിട്ടുള്ള റിവോൾവിംഗ് ക്യാമറ മാറ്റുന്നത് പരിഗണിക്കും. അനധികൃത വഴിയോര കച്ചവടം കർശനമായി നിരോധിക്കും. കച്ചവടക്കാർ നടപ്പാത കയ്യേറിയാൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. പഴയ മാർക്കറ്റ് റോഡിൽ നിലവിലുള്ള വൺ വേ സംവിധാനം പൂർണ്ണമായും ഉറപ്പാക്കും. TB ജംഗ്ഷനിൽ ആവശ്യമായ ഗതാഗത പരിഷ്കാരം നടപ്പാക്കും. അടയാള ബോർഡുകൾ കൂടുതൽ സ്ഥാപിക്കും. യാത്രാ ബസ്സുകളുടെ സമയപട്ടിക അനുയോജ്യമാം വിധം പുനഃക്രമീകരിക്കും. എല്ലാ ബസ്സുകളും ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. LF ആശുപത്രിയുടെ നിലവിലെ പുറത്തേക്കുള്ള കവാടം മാറ്റി സ്ഥാപിക്കുവാൻ നടപടി സ്വീകരിക്കും. ബന്ധപ്പെട്ടവരുമായി വേണ്ടത്ര കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം മാത്രമേ പുതിയ ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയുള്ളൂ. കാൽനട യാത്രക്കാർക്ക് അപകടരഹിതമാം വിധം യാത്ര ചെയ്യുന്നതിന് വേണ്ട ബോധവൽക്കരണ പരിപാടികൾ നടപ്പിലാക്കും. തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പാക്കുന്നതിനായി സബ് കമ്മിറ്റി രൂപീകരിക്കും. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡിന്റെ അരികിലായിട്ട് അവർ വിപണനം നടത്തുന്നു. എല്ലാം കൊണ്ടും ഗതാഗതക്കുരുക്ക് ഒന്നും കൂടി മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകാത്ത തരത്തില് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള നേതൃത്വം കൊടുക്കേണ്ടത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്.
ഉപാധ്യക്ഷ സിനി മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ടി.വൈ. ഏലിയാസ്, ജിത ഷിജോയ്, ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി ലീഡർ എ.ബി. രഘു, നഗരസഭാ സെക്രട്ടറി ജീൻ വർഗീസ് പാത്താടൻ, ട്രാഫിക് മേഖലാ വിദഗ്ധൻ ഉപേന്ദ്രനാഥ്, കൗൺസിലർമാരായ പോൾ ജോവർ, ബാസ്റ്റൻ ഡി പാറയ്ക്കൽ, ലില്ലി ജോയ്, ഷൈനി മാർട്ടിൻ, ലേഖ മധു, ഗ്രേസി ദേവസി, മോളി മാത്യു, സന്ദീപ് ശങ്കർ എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ചിപ്പി സൈക്കിൾസ് അങ്കമാലി പട്ടണത്തെ സൈക്കിൾ സവാരിയിലേക്ക് നയിച്ച ചിപ്പി സൈക്കിൾസ് 10ാം വർഷത്തിലേക്ക്. ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളായ ഹെർക്കുലീസ്, ക്രോസ്, ടാറ്റ സ്ട്രൈഡർ, BSA എന്നീ കമ്പനികളുടെ എല്ലാ മോഡൽ സൈക്കിളുകൾക്കും ചിപ്പി സൈക്കിൾസ് അങ്കമാലി, കിഴക്കേ പള്ളി റോഡ്, അങ്കമാലി, ഓപ്പോസിറ്റ് ഹോട്ടൽ ആനന്ദ ഭവൻ. ഫോൺ നമ്പർ 8606471144. ചിപ്പി സൈക്കിൾസ് അങ്കമാലി പട്ടണത്തെ സൈക്കിൾ സവാരിയിലേക്ക് നയിച്ച ചിപ്പി സൈക്കിൾസ് 10ാം വർഷത്തിലേക്ക്. ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളായ ഹെർക്കുലീസ്, ക്രോസ്, ടാറ്റ സ്ട്രൈഡർ, BSA എന്നീ കമ്പനികളുടെ എല്ലാ മോഡൽ സൈക്കിളുകൾക്കും ചിപ്പി സൈക്കിൾസ് അങ്കമാലി, കിഴക്കേ പള്ളി റോഡ്, അങ്കമാലി, ഓപ്പോസിറ്റ് ഹോട്ടൽ ആനന്ദ ഭവൻ. ഫോൺ നമ്പർ 8606471144. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.